മാതൃഭൂമി ന്യൂസ് ബിഗ് എക്സ്ക്ലൂസീവ്. ശബരിമല വിവാദത്തിൽ കോടതിയിലൂടെ കേട്ട ഒരു പേര് ഗോവർദ്ധൻ. ആ ഗോവർദ്ധനെ കേരളത്തിന് മുന്നിൽ എത്തിക്കുകയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴിയാണ് സ്വർണം വഴിപാടായി നൽകിയത് എന്നും കർണാടക ബെല്ലാരി സ്വദേശിയായ ഗോവർദ്ധൻ മാതൃഭൂമി ന്യൂസിനോട് വെളിപ്പെടുത്തുകയാണ്. അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ കിട്ടിയ അവസരം പുണ്യമായി കരുതിയാണ് ചെയ്തത്. ദേവസ്വം വിജിലൻസ് ബന്ധപ്പെട്ടിരുന്നുവെന്നും അറിയാവുന്ന വിവരങ്ങൾ വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നും ഗോവർദ്ധൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരാണ് ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഉടമ ഗോവർദ്ധനും. ആരാണ് ഗോവർദ്ധൻ? ഈ അന്വേഷണമാണ് ഞങ്ങളേതാ ബെല്ലാരി മാർക്കറ്റിനുള്ളിലുള്ള ഈ ജ്വല്ലറിക്ക് മുൻപിൽ എത്തിയത്. ജ്വല്ലറി ഇപ്പോൾ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചിട്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഗോവർദ്ധൻ ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ സ്വർണം പൊതിയാൻ സ്വർണം വഴിപാടായി നൽകിയിരുന്നു എന്നുള്ളതാണ് വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി തന്നെയാണ് ഈ സ്പോൺസറും ശബരിമലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഗോവർദ്ധനെ ബന്ധപ്പെടാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചിരുന്നു. ബെല്ലാരിയിൽ കടയിൽ ചെന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നെങ്കിലും അദ്ദേഹം കാണാൻ തയ്യാറായില്ല, സ്ഥലത്തില്ല എന്നുള്ള മറുപടിയാണ് ലഭിച്ചത്. തുടർന്ന് വീട്ടുകാരുമായി സംസാരിച്ച് അതിനൊടുവിൽ അദ്ദേഹം ഒരു ശബ്ദ സന്ദേശം തരാൻ തയ്യാറായി. I am an Ayyappa devotee. Every year from 2000 onwards, I used to go for Shabarimala for every year for Ayyappa Darshan. In the year 2018, something around November or December, I got an opportunity to make a new gold plating door. But we completed that in the year 2019 in the March. And I donated the new gold door made by wood and copper and gold plating. And the year 2019, in the March, I donated to Ayyappa Temple, Swami Sharanam. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തമായിട്ട് അറിയാം, വർഷങ്ങളായിട്ട് അറിയാം എന്ന് തന്നെയാണ് ഗോവർദ്ധൻ പറയുന്നത്. ശ്രീരാംപുരം അമ്പലത്തിൽ നിന്ന് തന്നെയാണ് പോറ്റിയെ ഗോവർദ്ധന് അറിയുന്നത്. Swami Sharanam. I know Mr. Unni Krishnan from 2012 or 13, I don't remember exactly, from Srirampur Ayyappa Swami temple. He was a priest there. When we went to the temple, from there we met Mr. Unni Krishnan. From there, met him. That's all, sir. ഗോവർദ്ധനെ പോലെ നിരവധി ആളുകൾ, ഇത്തരത്തിൽ കടുത്ത അയ്യപ്പ ഭക്തരായിട്ടുള്ള നിരവധി ആളുകൾ ശബരിമലയിലേക്ക് സ്വർണമായും പണമായും ഒരുപാട് സംഭാവനകൾ അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഭക്തരെ ആണ് ഇങ്ങനെയുള്ള ഇടനിലക്കാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഇടനിലക്കാർ വലിയ തോതിൽ ചൂഷണം ചെയ്ത് അവരുടെ കച്ചവടം എന്ന് തന്നെ അതിന് വേണം, ആത്മീയ കച്ചവടം നടത്തി അവരുടെ സമ്പാദ്യം വിപുലീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഗോവർദ്ധൻ എന്നുള്ളത് ഒരു പ്രതീകം മാത്രമാണ്. നിരവധി ആളുകൾ ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ ദേവസ്വം വിജിലൻസും പോലീസും ഗോവർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഒരു പേര്, ഗോവർദ്ധൻ എന്നുള്ള പേര് ഇപ്പോൾ ശബരിമല റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വന്നിരിക്കുന്നത്. ഏതായാലും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്ന് തന്നെയാണ് ഗോവർദ്ധൻ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയത്. ഞങ്ങളുടെ റിപ്പോർട്ടർ അനന്തകൃഷ്ണൻ നടത്തിയ ഒരു അന്വേഷണമാണ് കൃത്യമായിട്ട് ഗോവർദ്ധനിലേക്ക് എത്തിച്ചേരാൻ എന്നെ സഹായിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിലും മാതൃഭൂമി ന്യൂസ് ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുക തന്നെ ചെയ്യും. ബെല്ലാരിയിൽ നിന്നും കെ വി ശ്രീധരൻ, മാതൃഭൂമി.